എല്ലാ കൂട്ടുകാർക്കും ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മയണൈസ് ആണ്, മുട്ട ചേർത്തതും അല്ലാത്തതും. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയില്ലാത്ത മയണൈസ് ആണ്. അതിലേക്ക് വേണ്ടി ഒരു ചട്നി ജാർ എടുക്കുക, മിക്സിയുടേത്. എന്നിട്ട് 1/4 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുക. 2 നുള്ള് ഉപ്പ് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചെറുതായൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് വേണ്ടത്. അതിൽ 1/4 കപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിലായിരിക്കും നല്ലത്. ഇത് മിക്സിയിൽ ഏകദേശം 1.5 മിനിറ്റ് നേരം ടോട്ടൽ അടിക്കേണ്ടതുണ്ട്. അത് പല തവണകളിലായിട്ട് അടിച്ചെടുക്കണം. ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഏകദേശം 1 മിനിറ്റ് അടിക്കുമ്പോൾ ഒരു പാതി കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടും. പാതി ഒരു ടൈറ്റ് ലെവലിലേക്ക് ഇത് വരും. ഇതൊരു മീഡിയം തിക്നെസ് ആവേണ്ടതുണ്ട് ഈ സമയത്ത്. ഇപ്പോൾ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട് അടിക്കുന്നത്. ഇതാ നോക്കൂ, അധികം തിക്കുമല്ല അധികം ലൂസുമല്ല, ഈ ഒരു പരുവത്തിൽ കിട്ടും 1 മിനിറ്റ് അടിച്ചു കഴിയുമ്പോൾ. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. എന്നിട്ടൊരു 30 സെക്കൻഡ് കൂടി അടിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ മുട്ട ചേർക്കാത്ത മയണൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും മുട്ട ചേർക്കാത്ത മയണൈസ് ആകുമ്പോൾ. ഇത് നമ്മൾ പാലിലാണല്ലോ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പാലിൻ്റെ തന്നെ കളറായിരിക്കും ഈ മയണൈസിന്. ഇനി നമുക്കിതൊന്ന് പകർത്തി മാറ്റാം. ഇതാ നമ്മുടെ പെർഫെക്റ്റ് എഗ്ലെസ് മയണൈസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി മുട്ട ചേർത്തിട്ടുള്ള മയണൈസ്. ഇതൊരു ഇമ്മേഷൻ ബ്ലെൻഡറാണ്. ഇത് കൈവശമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം കേട്ടോ. സെക്കൻഡ്സ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബ്ലേഡ്. ഇതാണ് താഴത്തെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നത് ജാറിൽ. ഇത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ മിക്സിയുടെ ചട്നി ജാറിലിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് ചെയ്യാം. ഏകദേശം 1-2 മിനിറ്റുകൾ എടുക്കുന്നത് മാത്രം. ഇതാട്ടോ ഇതിൻ്റെ ബ്രാൻഡ്. ആദ്യം തന്നെ ഒരു മുട്ട എടുക്കുക, അത് പൊട്ടിച്ച് ഇതിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സിയിലാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് നിറയെ ഫ്ലേവർലെസ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതായത് 225 ml. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഈ ബ്ലെൻഡറിൽ നമുക്കൊന്നത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെറും സെക്കൻഡ്സ് കൊണ്ട് ആയി കിട്ടും. ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. ആദ്യം ഏറ്റവും താഴത്തെ ഭാഗത്തേക്ക് അമർത്തി വെച്ച് കൊടുക്കണം. ഓൺ ചെയ്ത ശേഷം താഴത്തെ ഭാഗത്തായിരിക്കണം അടിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് അടിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ പതിയെ മേലേക്ക് ഇത് പൊക്കി കൊടുക്കാം. അപ്പം മേലെ ഭാഗത്തിരിക്കുന്നത് കൂടി ബ്ലെൻഡായി വരും. ഇതാ ഇതിലിപ്പോൾ കാണുന്നത് പോലെ നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഇത് പതിയെ മേലേക്ക് പൊക്കി കൊടുക്കുന്നുണ്ട്.
ഇതാ കണ്ടോ, ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലാവുമ്പോൾ വെറും സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് കഴിയും. ഓയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചേർത്തിട്ട് കുറച്ച് സെക്കൻഡ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യം പെട്ടെന്ന് കഴിഞ്ഞു. മിക്സിയിലാവുമ്പോൾ ഏകദേശം 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ ടൈം എടുക്കും. ഓയിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഇതിലുള്ളൂ. ഇത് ഈ ബ്ലെൻഡർ ജാറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നല്ല അടിപൊളി മയണൈസ് റെഡി ആയിട്ടുണ്ട്. 2 തരത്തിലും. നമുക്കിതിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ പ്ലെയിൻ മയണൈസ് ആണ്. ഇത് രണ്ടും, ഒന്ന് മുട്ട ചേർത്തതും അല്ലാത്തതും. ബേസിക് മയണൈസ്, പ്ലെയിൻ മയണൈസ് ആണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരുപാട് ഫ്ലേവറുകളിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് പല തരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ വേറൊരു വീഡിയോയിലേക്ക് പിന്നീട് കാണിച്ചു തന്നേക്കാം. ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് മുട്ട ചേർക്കാത്ത മയണൈസാണ്. ഇത് നല്ല പ്യോർ വൈറ്റ് ആയിരിക്കും. പാലിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് മയണൈസ് ആയാലും, മുട്ട ചേർത്തതായാലും ചേർക്കാത്തതായാലും, ഏതൊക്കെ ഫ്ലേവറിലേക്ക് നമ്മൾ ഉണ്ടാക്കിയാലും ചേർക്കുന്ന ഓയിൽ ഏതാണോ അതിൻ്റെ രുചി മേലേലുണ്ടാവും. അതാണ് ഫ്ലേവർ, അത് പ്രത്യേകിച്ച് ഇല്ലാത്ത ഒരു ഓയിൽ ചേർക്കുക എന്ന് പറയുന്നത്. ഇത് മുട്ട ചേർത്ത മയണൈസാണ് ഇപ്പോൾ ഞാൻ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഓഫ് വൈറ്റ് കളറിലായിരിക്കും കിട്ടുക. ടേസ്റ്റിലും ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ സൂപ്പർ ടേസ്റ്റി മയണൈസ് 2 തരത്തിലുള്ളതും തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കും ഇതുപോലെ തന്നെ കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സൂപ്പർ ഡെലീഷ്യസ് യമ്മി മയണൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇനി മറ്റൊരു നല്ല സൂപ്പർ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.